मिलेगी ऑल टाइम मस्ती और मजे ओनली विद सोनी ये। करो सब्सक्राइब, कमेंट एंड लाइक। അടിപൊളി. നീ എന്റെ ആകാരം നഷ്ടപ്പെടുത്തിയോ? ഞാൻ ജാവലിൻ ത്രോ പ്രാക്ടീസ് ചെയ്തോണ്ടിരിക്കുവായിരുന്നു. ഓ, ജെല്ലിയുടെ കുപ്പി എനിക്ക് വലിയ പൊക്കിഷം പോലെയാ. നീ അത് താഴെ തള്ളി പൊട്ടിച്ചിട്ടു. അതെന്തിനാ മരത്തിന്റെ മേലെ ഇരുന്നോണ്ട് കഴിക്കുന്നത്? അത് വീട്ടിൽ ഇരുന്നോണ്ട് തന്നെ കഴിക്കായിരുന്നില്ല. ഞാനൊരു കിളിയല്ലേ, അത് മരത്തിൽ വെച്ച് കഴിക്കുന്നില്ലേ എന്റെ ശീലം. ആരും അത് മറക്കരുത്. അത് അവരവരുടെ ശീലങ്ങളാണ്. നീ വളരെ ബുദ്ധിശാലിയാണല്ലോ പോപ്പാട്ട്. അത് നിന്നെ പോലെ വെട്ടികൾക്കും കുറച്ച് കൊടുക്കണം. നിനക്ക് പറയുന്ന ഒന്നും മനസ്സിലാക്കുന്നില്ല. ആ ബണ്ണിയെ നോക്ക്, അവൻ നിന്റെ അനിയനാണ്. അവൻ എത്ര സ്മാർട്ട് ആണെന്ന്. കൊച്ചു ചെറുക്കനായാലും അവൻ നിന്നെക്കാളും ബുദ്ധിമാനാണ്. എനി ഡൗട്ട്? ആ ബണ്ണി ഇല്ലെങ്കിൽ നിന്റെ കഥ എന്താവും? നീ മൂത്തവനാണ്, പക്ഷെ നീ വിട്ടിയാണ്. അതുകൊണ്ടാണ് ബണ്ണി പറയുന്നതൊക്കെ നീ കേട്ടോണ്ടിരിക്കുന്നത്. എനി ഡൗട്ട്? എന്റെ മൂഡ് നീ സ്പോയിലാക്കി. ഞാൻ പറഞ്ഞതൊക്കെ ഓർമ്മയിരിക്കട്ടെ. മനസ്സിലായി. ബണ്ണി ഇളയവനാണെങ്കിലും എന്നെ തന്നെ അവൻ ഭീഷണിപ്പെടുത്തും. എന്നോട് അവൻ ഓർഡർ ഇടുന്നു. അതെ, ഇനി ഇതൊന്നും നടക്കില്ല. ഞാനാണ് മൂത്തവൻ. ഇനി മുതൽ ഞാൻ പറയുന്നതാണ് ഇവിടെ നടക്കേണ്ടത്. ആണേ, വേഗം പോയി കുളിച്ചിട്ട് വാ. എന്നോട് ഓർഡർ ഇടാൻ നീ ആരാടാ? ഞാൻ കുളിക്കത്തില്ല. അല്ല, ജോർദാർ നിന്റെ ഫേവറേറ്റ് ആയ ചില്ലി ചീസ് ടോസ്റ്റ് ചെയ്തിട്ടുണ്ട്. കുളിച്ചിട്ട് വാ, നമുക്ക് എല്ലാവർക്കും ഒരുമിച്ച് കഴിക്കാം. എനിക്ക് വേണ്ട, ഞാൻ ചീസ് കഴിക്കുന്നത് നിർത്തി. അത് മാത്രമല്ല, എനിക്ക് ടോസ്റ്റും ഇഷ്ടമല്ല. അല്ല, നീ എന്തിനാ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്? ഇവൻ ഇളയവനാണ്. എനിക്ക് ഇഷ്ടമുള്ള പോലെ ഞാൻ സംസാരിക്കും. ഇന്ന് മുതൽ ഇവൻ പറയുന്നതൊന്നും ഞാൻ കേൾക്കില്ല. ഞാൻ പറയുന്നത് അവൻ കേൾക്കണം. എടാ, നീ ഒരു മണ്ടനാ. ഞാൻ ജസ്റ്റ് നിനക്ക് മനസ്സിലാക്കി തരുന്നേ ഉള്ളൂ. അതിന്റെ ഒന്നും ആവശ്യമില്ല. ഇളയവനായിരുന്നോണ്ട് മൂത്തവർക്ക് ഓർഡർ തരുന്നോ? ഞാൻ ഈ പറയുന്നത് എനിക്ക് കേൾക്കില്ല. അപ്പൊ ശരി, അകത്തേക്ക് പോ. ഇല്ല, ഞാൻ പുറത്തേക്കേ പോവുള്ളൂ. എന്താ ഇത്? ഇവനെന്ന് എന്താ പറ്റിയത്? ബണ്ണി, അവനെ നീ കാര്യാക്കണ്ട. നീ വേഗം വന്ന് കഴിക്കേ. നമുക്ക് ചന്തയിലേക്ക് പോണം. കമോൺ ആണി, നമുക്ക് മാർക്കറ്റിലേക്ക് പോയിട്ട് വരാം. വീണ്ടും ഓർഡറോ? ഞാൻ വരത്തില്ല. നമുക്ക് അവിടുന്ന് പാനിപൂരി കഴിക്കാം. പാനിപൂരിയോ? അത് നീയല്ലേ വിളിക്കുന്നേ? അതുകൊണ്ട് ഞാൻ വരാം. ഇവൻ എന്താ പറ്റിയത്? ഇവന് രാവിലെ തലയ്ക്ക് എന്തോ പറ്റിയെന്നാ തോന്നുന്നേ. ഇങ്ങ് വരൂ. എനിക്കിഷ്ടപ്പെട്ട ലസ്സിയിൽ ബൈക്ക് എന്നുള്ള സ്വീറ്റ് ഇട്ട് ഒരു പുതിയ ഡിഷ് വാങ്ങിയിട്ടുണ്ട്. ഇത് കണ്ടോ? എവിടെയുള്ളത് സ്വീറ്റ് ഡിഷ്? വെയിറ്റ്, അതാണ് എന്റെ ബൈക്ക്. കുറെ വർഷങ്ങൾ കഷ്ടപ്പെട്ടാണ് അതിന് മേടിച്ചത്. ബൈക്ക് മനോഹരമായിട്ടുണ്ട്. ഇത് 1000cc. എന്റെ പേഴ്സണാലിറ്റി പ്ലേറ്റിൽ ഇത് തീർച്ചയായും സൂട്ട് ആകും. ഞാനൊന്ന് ഓടിച്ചു നോക്കട്ടെ. ഹണി, അത് വളരെ ഹെവി ആയിട്ടുള്ള ബൈക്കാ. നിനക്ക് കൺട്രോൾ ചെയ്യാൻ പറ്റില്ല. വേണ്ട. നിനക്ക് എന്നെ പറ്റി എല്ലാം അറിയാമെന്നാണോ? നിന്നെ കുറിച്ച് അല്ലെങ്കിലും എനിക്ക് ആ ബൈക്കിനെ കുറിച്ച് നന്നായിട്ട് അറിയാം. ഞാൻ വേണ്ടെന്ന് പറഞ്ഞല്ലേ. അങ്ങനെയാണെങ്കിൽ ഞാനത് ഉറപ്പായിട്ടും ചെയ്യും. കണ്ടില്ലേ ഞാൻ എത്ര നന്നായിട്ടാ ഓടിക്കുന്നതെന്ന്? കണ്ടില്ലേ അവൻ സന്തോഷത്തിൽ എങ്ങനെ ഒച്ച വെക്കുന്നു? അവൻ സന്തോഷം കൊണ്ട് ഒച്ച വെക്കല്ല, പേടിയുണ്ടാ. തന്നെക്കാളും വെയിറ്റ് കൂടിയ കഴുത പോലും താഴെ വീഴും എന്നല്ലേ ചൊല്ല്. കാരണം ഹണിയും ഒരു കഴുതയാണ്. എനി ഡൗട്ട്? വരൂ, നമുക്ക് അവനെ തടഞ്ഞു നിർത്താം, അല്ലെങ്കിൽ അവൻ താഴെ വീഴും. അയ്യോ, ഓ. അവൻ എന്റെ ബൈക്കിൽ നിന്നുള്ള ബലൂണ് സൈക്കിൾ എന്ന സെലൂൺ വെച്ച് ഇടിച്ചു. ഞാൻ ഹനിയുടെ എല്ല് പൊട്ടിച്ച് റെയിൽവേ ലൈനിൽ ഫിറ്റ് ചെയ്യാതെ വിടില്ല.
ഹണി നിക്കവിടെ നിർത്ത്. എന്നെ കൊണ്ട് വരാൻ പറ്റില്ല. നിങ്ങൾ എന്റെ അടുത്തേക്ക് വാ. അയ്യോ രക്ഷിക്കണേ രക്ഷിക്കണേ. അയ്യോ ഹണി നിനക്കൊന്നും പറ്റിയില്ലല്ലോ. എന്തൊന്നും പറ്റിയില്ല. അവന്റെ അവസ്ഥ നോക്കിയില്ലേ? ഹണി വാ, നമുക്ക് ഹോസ്പിറ്റലിൽ പോവാം. ഞാൻ വരുന്നില്ല. എനിക്ക് കുഴപ്പമൊന്നുമില്ല. അപ്പൊ എന്റെ ബൈക്കിനെ ഗാരേജിലേക്ക് കൂട്ടിട്ട് പോകൂ. നിങ്ങൾ എന്തിനാ ബൈക്കിന് ഹനിക്ക് കൊടുത്തത്? അറിയാതെ ആ വിട്ടിക്ക് എന്റെ പുതിയ ബൈക്ക് കയ്യിൽ കൊടുത്തു. എന്റെ ബൈക്ക് വഴുതലക പോലെ ആയിപ്പോയി. ഡോക്ടർ ബാലു ഓടിക്കോളൂ. എന്തിന്? നാട്ടിനകത്ത് കാട്ടുനായ്ക്കൾ വന്നിട്ടുണ്ട്. അത് നമ്മുടെ നാട്ടിനകത്ത് ചുറ്റി നടക്കാണ്. എന്ത്? എന്നാ വരൂ, നമുക്ക് വീട്ടിലേക്ക് പോവാം. ഇല്ല, വാ. ഞാൻ മാർക്കറ്റിലേക്ക് പോവാൻ പോവാണ്. എനിക്ക് നായനെ കണ്ട പേടിയൊന്നുമില്ല. ഞാനാ നന്ദു, നിന്റെ ബന്ധു. ബാക്കിയുള്ളവരൊക്കെ കാട്ടുനായ്ക്കളാ. അങ്ങനെയാണെങ്കിൽ ഞാനും ഒരു കാടനാണ്. അല്ല, ഇവനെന്ത് പറ്റി? ഇന്ന് ഞാൻ പറഞ്ഞ ഒന്നും അവൻ കേൾക്കുന്നില്ലല്ലോ. ഇങ്ങ് വാ, നിന്റെ ഏട്ടൻ ആപത്തായ കയറ് പിടിച്ച് റിസ്കായ പാതയിലേക്ക് പോയിക്കൊണ്ടിരിക്കുക. നീ ഇവിടെ നിന്ന് ആലോചിച്ചോണ്ടിരിക്കുക. വേഗം ചെന്ന് അവനെ തടഞ്ഞു നിർത്ത്. ഇതുങ്ങളൊക്കെ വന്നല്ലോ. എന്നെ കൊല്ലണ്ടേ. എന്നെ രക്ഷിക്കണേ. എന്താ പറ്റുന്നത്? എല്ലാ സാധനങ്ങളും താഴെ വലിച്ചില്ലെന്നോ? അയ്യോ രക്ഷിക്കൂ, രക്ഷിക്കൂ. How are you? ഞാനിവിടെ പാനിപ്പൂരി കഴിക്കാൻ വന്നതാ. എന്നെ നിങ്ങളും കഴിക്കുന്നോ? നിങ്ങളിപ്പോ കഴിച്ചോ, ഞാനെന്നാ പിന്നെ വന്ന് കഴിച്ചോളാം. അങ്ങോട്ട് നോക്കിയേ, ആ ചെന്നായക്കള് ഹണീനെ അറ്റാക്ക് ചെയ്യാൻ ശ്രമിക്കുക. വരൂ. കുഞ്ഞനിയാ, പറക്കുന്ന ഞങ്ങളെ നിങ്ങളെ കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. എനി ഡൗട്ട്? നീ കാട്ടുനായാണെങ്കിൽ എന്താ, ഞാനും ഒരു നായയാണ്. സോറി, ഇതിൽ ചില്ലി സോസ് ഉണ്ടായിരുന്ന കാര്യം എനിക്ക് അറിയില്ല. അന്ന് വല്ലാതെ എരിയുന്നു. കണ്ടില്ലേ, ഒന്നിന്റെ കാര്യം കഴിഞ്ഞു. താങ്ക് യു പറ. ഞാൻ നിന്നെ പീക്കോക്ക് ആക്കിയിരിക്കുകയാണ്. എനി ഡൗട്ട്? വല്ലാതെ എരിയുന്നുണ്ടോ? കുറച്ച് വെള്ളം കൊണ്ട് കഴിയാൻ ശരിയാകും. അല്ല, ആരാ ഈ വിനിഗർ വെള്ളത്തിന്റെ കുപ്പിയിൽ ഒഴിച്ചു വെച്ചിരിക്കുന്നത്? വേഗം അവരെ പിടിക്ക്. പേടിക്കേണ്ട ആവശ്യമല്ല, ഞങ്ങൾ തന്നെ വന്ന് കേറിക്കോളാം. ഇവരടുത്തുനിന്ന് ഞങ്ങളെ രക്ഷിക്കേ. ഹണി, നീ എന്തിനാ പറഞ്ഞ ഒന്നും കേൾക്കാത്തത്? കാരണം നീയാണ് പറയുന്നത് കേൾക്കേണ്ടത്. എന്ത്? ഞാനാണ് മൂത്തവൻ. ഇവന്റെ ഓർഡർ ഞാൻ എന്തിനാ കേൾക്കുന്നത്? ഇവനല്ലേ ഇളയവൻ. എന്റെ ഓർഡർ ഇവൻ കേൾക്കണം.
നീ എന്താ ഹണി അങ്ങനെ പറഞ്ഞത്? എനിക്ക് നിന്നിൽ അവകാശമില്ലേ, അതുകൊണ്ട് പറഞ്ഞതാ. അതുകൊണ്ടാ ഞാൻ ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്, അതുകൊണ്ടാ. നിങ്ങളല്ലാതെ എനിക്ക് വേറെ ഏത് ഫ്രണ്ട്സാ ഉള്ളത്? നീ എന്റെ അടുത്ത് ദേഷ്യപ്പെട്ട എനിക്ക് ഒരുപാട് വിഷമാകും ഹണി. ഞാൻ കണ്ടു ആ ഭീകരമായ നായകളുടെ അടുത്ത് നിന്നും എന്നെ രക്ഷിക്കാൻ വേണ്ടി നീ എങ്ങനെയൊക്കെ തല്ലുണ്ടാക്കിയെന്ന്. സോറി ബണ്ണി ബ്രോ. പക്ഷെ നിന്റെ മനസ്സിനകത്ത് ആരാ ഇതൊക്കെ കയറ്റി വിട്ടത്? അത് പോപ്പട്ടെ. എന്തേ ഞാനോ? ആ രാവിലെ നീയല്ലേ പറഞ്ഞത് നീ ഒരു മണ്ടനാണ്, അതുകൊണ്ടാണ് മൂത്തവനായിട്ടും ബണ്ണി പറയുന്നതൊക്കെ കേൾക്കുന്നതെന്ന്. ഞാൻ പറയുന്നത് മനസ്സിലായോന്ന് ചോദിച്ചു. ഞാൻ മനസ്സിലാക്കി. ഞാൻ മൂത്തവനാണ്, ബണ്ണി പറയുന്നതൊന്നും കേൾക്കാൻ പാടില്ലെന്ന് കരുതി. ഞാൻ ബന്നി പറയുന്നത് കേക്കരുതെന്ന് പറഞ്ഞിട്ടില്ല. നീ അവനെക്കാളും വലിയവൻ തന്നെ, പക്ഷെ അവനെക്കാളും വലിയ വിഡ്ഢി. എനി ഡൗട്ട്? Game on! Now game on with Kiko! And get your power mode on! If you have not experienced the same, download the game! Available on Google Play.